കേരളത്തിൽ നിതിൻ രാജിന് നീതി കിട്ടുന്നതിന് വേണ്ടി ഒരു നിതിൻ രാജ് ആക്ഷൻ കൗൺസിൽ ഉണ്ടാക്കുകയും ആക്ഷൻ കൗൺസിൽ ഏപ്രിൽ 28 ഒരു ഹർത്താൽ പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത്. അതിലൂടെ അവർ ഇതിൻ്റെ സംഘാടകരായിട്ടുള്ള ആളുകൾ 5 പ്രധാനപ്പെട്ട ഡിമാൻഡുകളാണ് മുന്നോട്ട് വച്ചിട്ടുള്ളത്. ഒന്ന്, നിതിൻ രാജിൻ്റെ മരണത്തിന് ഉത്തരവാദിയായ ആളുകളെ ഉടൻ അറസ്റ്റ് ചെയ്യുക. രോഹിത് വെമുല ആക്ട് നടപ്പിലാക്കുക. നിതിൻ രാജിൻ്റെ കുടുംബത്തിന് ആവശ്യമായ നഷ്ടപരിഹാരം കൊടുക്കുക. അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിൻ്റെ അഫിലിയേഷൻ റദ്ദു ചെയ്യുക. ജുഡീഷ്യൽ മേൽനോട്ടത്തിൽ കേസ് അന്വേഷണം നടത്തുക. ഇത്തരക്ക് പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ അവർ ഉയർത്താനുള്ള കാരണം ഈ സംഭവം നടന്ന് ഇന്ന് വരെ ആയിട്ടും ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. ചില ഔദ്യോഗിക നടപടികൾ ഒഴിച്ച് മറ്റു കാര്യങ്ങളൊന്നും നടന്നതായി നമുക്കറിയില്ല. പോലീസിന്റെ അന്വേഷണം മറ്റു ദിശകളിലേക്ക് പോകുന്നതായും പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള ഒരു സമീപനമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്ന അവസ്ഥയും സംജാതമായിട്ടുണ്ട്. അതുകൊണ്ടാണ് കേസ് അന്വേഷണം ഒരു ജുഡീഷ്യൽ മേൽനോട്ടത്തിൽ വേണമെന്ന് ആവശ്യപ്പെട്ടത്. കൂടാതെ ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണ് മരിക്കുമ്പോൾ ഉണ്ടാകാവുന്ന എക്സ്റ്റേണൽ ഇഞ്ചുറി ആ ബോഡിയിൽ വ്യക്തമല്ല. ഇതൊരു കൊലപാതകമാണോ എന്ന് സംശയിക്കേണ്ട നിരവധിയായ തെളിവുകൾ നമ്മുടെ മുമ്പിൽ ഉണ്ട്. അതൊന്നും പരിഗണിക്കാതെ ഇവരേതോ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് നോയിഡയിൽ പോയി ചില ആളുകളെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു. കാര്യങ്ങൾ മറ്റു പല രീതിയിലേക്കും മാറ്റപ്പെടുകയാണോ എന്ന് ഇതിൻ്റെ സംഘാടകർ സംശയിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ അഞ്ചരക്കണ്ടി കോളേജ് അതിൻ്റെ ഓണർഷിപ്പ്, അതിൻ്റെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നടക്കുന്ന ഒരു കോളേജിന്റെ അഫിലിയേഷൻ തന്നെ റദ്ദാക്കണമെന്നാണ് ഇതിന്റെ സംഘാടകർ ആവശ്യപ്പെടുന്നത്. നിതിൻ രാജ് അദ്ദേഹം കോളേജിൽ വന്ന അന്ന് മുതൽ അനുഭവിക്കുന്ന ഈ ദുരന്തങ്ങൾ, ജാതിപരമായ നിറത്തിന്റെ ഈ അവഹേളനങ്ങൾ മുഴുവനും ഉണ്ടായിട്ടും കോടതിയുടെ മുമ്പിൽ അതൊരു അട്രോസിറ്റി കേസിന് മാത്രമുള്ള കാര്യമായിട്ട് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല. അവർ പറയുന്നത് ഏപ്രിൽ 10 പ്രിൻസിപ്പൽ നിതിൻ രാജിനെ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് വിളിച്ച് ഒരു വിചാരണയ്ക്ക് വിധേയമാക്കുകയും അദ്ദേഹം അപമാനിക്കപ്പെടുകയും ചെയ്തു. അതിന്റെ ഫലമായാണ് അദ്ദേഹം ഈ ആത്മഹത്യ ചെയ്ത് എന്നാണ് കോടതിയിൽ സ്ഥാപിച്ചത്. ഇതിനെ തുടർന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ഡോക്ടർ റാമിനെ ബെയിൽ കൊടുത്തില്ല, ജാമ്യം കൊടുത്തില്ല. സംഗീത നമ്പ്യാർ എന്ന അധ്യാപികയും
അവർക്ക് ജാമ്യം നൽകുകയും ചെയ്തു. ഈ പ്രിൻസിപ്പലിനെതിരെയോ അല്ലെങ്കിൽ ഡോക്ടർ റാമിനെയോ അറസ്റ്റ് ചെയ്യാനോ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ നടത്താനോ പോലീസ് തയ്യാറായില്ല. ഇതിൻ്റെ എല്ലാം പിന്നിൽ ശക്തമായ ആളുകളുടെ ശ്രമങ്ങളും ഉണ്ടെന്ന് ഇതിൻ്റെ സംഘാടകർ സംശയിക്കുന്നതായി മാതൃദേശത്തോട് പറഞ്ഞു. ഇതിനെ തുടർന്നാണ് ഇവർക്ക് ഇത്തരത്തിലുള്ള ഒരു ഹർത്താൽ പ്രഖ്യാപിക്കേണ്ടതായിട്ട് വന്നത്. ഹർത്താൽ പ്രഖ്യാപിക്കുമ്പോൾ ആ ഹർത്താൽ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങളടക്കം കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും ഇതിൻ്റെ സന്ദേശം എത്തിക്കുവാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. ഒരു തരത്തിലുള്ള അക്രമങ്ങളും ഒരു തരത്തിലുള്ള ബലപ്രയോഗങ്ങളും ഹർത്താലുകൾ ഉണ്ടാകുകയില്ല എന്ന് നോട്ടീസ് വരെ അടിച്ച് പൊതുജനങ്ങൾക്കായി പബ്ലിഷ് ചെയ്യുകയും ഇതിനോട് ബന്ധപ്പെട്ട അതോറിറ്റികളെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളതുമാകുന്നു. പത്രസമ്മേളനങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയും പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതുമാണ്. സർവ്വസാധാരണമായി കേരളത്തിൽ നടക്കുന്ന ബന്ദില്ല, ഇപ്പോൾ ഹർത്താലുകൾ നിത്യജീവിതത്തിന് പലപ്പോഴും ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കാറുണ്ട്. പക്ഷേ കേരളത്തിലെ ജനം ചെയ്യാറ് അത്തരം കാര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് ഒന്നെങ്കിൽ ആ പ്രശ്നങ്ങൾ അന്നത്തേക്ക് വേണ്ടെന്ന് വെക്കും, അല്ലെങ്കിൽ അത് ചെയ്യാനുള്ള ക്രമീകരണങ്ങൾ നടത്തും. ഒരു കാരണവശാലും ആശുപത്രി, പാല്, പത്രം, ആംബുലൻസ് തുടങ്ങിയ വാഹനങ്ങളെയോ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തെയോ ഒരു വിധത്തിലും ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്ന് ഇതിന്റെ സംഘാടകർ കൃത്യമായി തന്നെ ബോധിപ്പിച്ചിട്ടുള്ളതാണ്. 28-ാം തീയതി നടന്ന ഹർത്താലുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ മാധ്യമങ്ങളിൽ പല മാധ്യമ സുഹൃത്തുക്കൾ തന്നെ വളരെ മോശമായി ഹർത്താലിനെ ചിത്രീകരിക്കുന്നത് നമുക്ക് കാണാം. അത് അവരിലുള്ള ഒരു ജാതി വികാരത്തിൻ്റെ ഒരു എക്സ്പ്രഷനായിട്ടാണ് എനിക്ക് തോന്നിയത്. ചില സ്ഥിരം ചർച്ച നടത്തുന്ന ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ. ഒരു വിധത്തിലും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത, ഒരു ഗുണവും ഇല്ലാത്ത ചില ആളുകൾ ചർച്ചയ്ക്ക് പോയിരുന്നു കൊണ്ട് വലിയ വലിയ കാര്യങ്ങൾ വിടുന്നത് കാണാം. ആർട്ടിക്കിൾ 21 അനുസരിച്ച് ഇവിടെയുള്ള പൗരന് ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു ലൈഫ് നയിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻ നമുക്ക് അനുവദിക്കുന്നുണ്ട്. ഞാൻ ഇത് തന്നെയാണ് പറയുന്നത്. നിതിൻ രാജന് കേരളത്തിൽ ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു ലൈഫ് നയിക്കാൻ ഇവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കാതെ അദ്ദേഹത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ മർഡറിന് വിധേയമാക്കുകയാണ് ഇവിടെ ചെയ്തത്. അത് കേരളത്തിൻ്റെ ഒരു സമുദായത്തിൻ്റെ പ്രശ്നമല്ല, കേരളത്തിൻ്റെ പൊതു മനസാക്ഷിയുടെ പ്രശ്നമാണ്. ഈ സംസാരിക്കുന്ന ആളുകൾ അതെന്തുകൊണ്ട് മനസ്സിലാവുന്നില്ല? ഒരമ്മ തൻ്റെ കുട്ടിക്ക് എക്സാമിനേഷൻ എഴുതാൻ പറ്റിയില്ല എന്നുള്ളതിനെ കുറിച്ച് ദുഃഖിക്കുന്നത് കേട്ടു. ആ അമ്മയോട് എനിക്ക് പറയാനുള്ളത്, നിതിൻ രാജിന് അച്ഛനും അമ്മയും ഉണ്ട്, അവരുടെ ദുഃഖം കൂടി നിങ്ങൾ കേൾക്കേണ്ടതായിരുന്നു. നിങ്ങളുടെ മകന് പരീക്ഷ എഴുതാനുള്ള സാഹചര്യം നിങ്ങൾക്ക് ഇന്നലെയോ മിനിഞ്ഞാവുന്നോ ചെയ്യാമായിരുന്നു. അത്തരം കാര്യങ്ങളൊന്നും ചെയ്യാതെ നിതിൻ രാജിന്റെ അമ്മയുടെ ദുഃഖം, തൻ്റെ മകനെ പഠിപ്പിച്ച് ഒരു ഡോക്ടറായി കാണാനുള്ള ആ അമ്മയുടെ വിഷമം, ആ അച്ഛൻ്റെ വിഷമം, ആ കുടുംബത്തിൻ്റെ വിഷമം നമ്മുടെ എല്ലാവരുടെയും ദുഃഖമാണ്. ആ ദുഃഖത്തെക്കുറിച്ച് ഒരു സെക്കൻഡ് നേരം നിങ്ങൾ ആലോചിച്ചിരുന്നെങ്കിൽ നിങ്ങളെല്ലാവരും നിങ്ങളുടെ വിഷമം
കുറച്ച് കാണുമായിരുന്നു. കേരളത്തിൽ എന്തിനേറെ പറയുന്നു, ഇന്ത്യയിൽ തന്നെ ആർട്ടിക്കിൾ 21 നിഷേധിക്കപ്പെട്ട ഒരു ജനതയാണ് ഇന്ത്യയിലെ ദളിതർ. നിങ്ങൾ ഇന്ത്യയുടെ എല്ലാ പ്രദേശങ്ങളിലും ഒന്ന് പോയി നോക്കുക. ഈ ജനത ഇന്നും പുറംപോക്കിലാണ് ജീവിക്കുന്നത്. സ്കൂളിൽ പോകാനുള്ള സൗകര്യങ്ങളില്ലാതെ, കൃത്യമായി സാധാരണ മനുഷ്യൻ ജീവിക്കുന്നത് പോലെയുള്ള ഒരു സാഹചര്യങ്ങളും ഇല്ലാതെ തികച്ചും ദുഃഖകരമായ ഒരു സാഹചര്യത്തിലാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം 80 വർഷമായിട്ടും ഈ ജനത ജീവിക്കുന്നത്. ഇതൊന്നും ഈ പറയുന്ന മാന്യന്മാർ കാണുന്നില്ലേ? രജനി എസ് ആനന്ദ് മരിച്ചു, ജിഷ്ണു പ്രണോയും അതുപോലെ തന്നെ സിദ്ധാർത്ഥനുമെല്ലാം ഇതേപോലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡറിന് വിധേയമായത് നിങ്ങളാരും കണ്ടില്ലേ? ഇവർക്കാർക്കും ഈ ആർട്ടിക്കിൾ 21 ബാധകമല്ലേ? ഇന്ന് നിയമമായിട്ട് വന്നിരുന്നു ചാനലുകളിൽ വേഷം കെട്ടുന്ന ആളുകളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്കിത്, ഈ ജനതയ്ക്ക് അവരുടെ ആരംഭം മുതൽ ഇതാണ് അവസ്ഥ, അവർക്കും വ്യത്യസ്തമായ ഒരു ചുറ്റുപാടിലേക്ക് വരണ്ടേ? അതിനു വേണ്ടിയാണ് കൂലിപ്പണിക്കാരായിട്ടുള്ള, പെയിന്റ് പണിക്കാരനായിട്ടുള്ള അച്ഛനും കൂലിപ്പണിക്ക് പോകുന്ന അമ്മയും വാടക വീട്ടിൽ താമസിക്കുന്ന ഒരു കുടുംബം സ്വന്തം അധ്വാനത്തിലൂടെ മെറിറ്റിൽ തന്നെയാണ് നിതിൻ രാജ് BDS അഡ്മിഷൻ വാങ്ങിച്ചത്. അതിനൊന്നും ഒരു വിലയും കൊടുക്കാതെ അദ്ദേഹത്തെ അനിഹിലേറ്റ് ചെയ്തു. കേരളത്തിന്റെ പൊതുസമൂഹം, കേരളത്തിന്റെ തന്നെ ദുഃഖമാണ്. 28-ാം തീയതി നടത്തിയ ഹർത്താൽ ദളിതരുടെ ഹർത്താലല്ല, കേരളത്തിന്റെ ഹർത്താലാണ്. കേരളത്തിലെ മുഴുവൻ മനുഷ്യരും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ടതാണ്. ഞാനിത് പറയുമ്പോൾ തന്നെ ഇതിന്റെ സംഘാടകരുടെ വിഷമം, ഇതിന്റെ മാതാപിതാക്കളുടെ ദുഃഖം, അഞ്ചരക്കണ്ടി BDS കോളേജിലെ ഇതിന്റെ സുഹൃത്തുക്കളുടെ ദുഃഖം, കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിന്റെ ദുഃഖം, കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളുടെ ദുഃഖം, കേരളത്തിലെ ഒരു മനുഷ്യരും അതിനോട് പുറംതിരിഞ്ഞു നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രയ്ക്ക് മോശമായ ഒരു അന്തരീക്ഷത്തിലാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളും സാമൂഹ്യ സാംസ്കാരിക സംഘടനകളും ഗവൺമെന്റ് ആകെ തന്നെ ഏറ്റെടുക്കേണ്ട ഒരു വിഷയം ഈ ആക്ഷൻ കൗൺസിൽ ഏറ്റെടുത്തത്. ഇത് കേരളത്തിന് വേണ്ടി അവർ ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ഇത്തരമൊരു സംഭവം ഒരിക്കലും ഇനി കേരളത്തിൽ ഉണ്ടാകരുത്, ഒരു വിദ്യാർത്ഥിക്കും ഉണ്ടാകരുത്. വിദ്യാഭ്യാസം ജാതിക്കോ അല്ലെ വിദ്യാലയങ്ങൾ ജാതിയോ മതമോ നോക്കി പ്രവർത്തിക്കേണ്ടതല്ല. അവിടെ മാനവികതയായിരിക്കണം ആധാരശിലയായി വർത്തിക്കേണ്ടത്. കേരളത്തിന്റെ 14 ജില്ലകളും ഞങ്ങൾ പോയി നോക്കി. എറണാകുളം ജില്ലയിൽ ഒരു തരത്തിലുള്ള അക്രമ സംഭവങ്ങളും രേഖപ്പെടുത്തിയിട്ടില്ല. അതുപോലെ തന്നെ കോട്ടയം ജില്ലയിലെയും തിരുവനന്തപുരം ജില്ലയിലും ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അത് സംഘാടകരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർ പറയുന്നത് ഒരു തരത്തിലുള്ള ജനാധിപത്യപരമായി ഒരു പ്രശ്നമോ ആർക്കും ഉണ്ടാക്കരുത് എന്ന് തന്നെയാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ചില സാമൂഹ്യ ദ്രോഹികൾ അല്ലെങ്കിൽ ഹർത്താലിനെ ബോധപൂർവം പരാജയപ്പെടുത്തുവാൻ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഹർത്താൽ വിരുദ്ധ പ്രചരണം നടത്തുന്ന ആളുകളെ തെറ്റിക്കുന്ന രീതിയിൽ, വഴിതെറ്റിക്കുന്ന രീതിയിൽ നടത്തുന്ന പ്രചരണങ്ങൾ എല്ലാം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്ന് അവർ നമ്മളോട് പറയുകയുണ്ടായി. നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ ഹർത്താലിനെ ഒരു രാഷ്ട്രീയമായി ചിത്രീകരിച്ചുകൊണ്ട് ഒരുപക്ഷെ ഭരണകക്ഷിക്കെതിരെ നടത്തുന്ന
ഒരു പ്രതിഷേധമായിട്ട് പോലും പലരും വ്യാഖ്യാനിച്ചു എന്നാണ് ഇതിനോട് ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞത്. ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിയോടുള്ള പ്രതിഷേധമല്ല, ഇത് കേരളത്തിലെ മൊത്തം ജനങ്ങളുടെ ആത്മാഭിമാനത്തിന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യർക്കും വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യവും ചെയ്യാൻ ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല, അത് ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കുകയുമില്ല. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഹർത്താലുമായി ബന്ധപ്പെട്ട് അക്രമ ശ്രമങ്ങൾ ഉണ്ടായതായി കേരളത്തിലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി മനസ്സിലാക്കുകയും സ്വമേധയാ കോടതി അലക്ഷ്യ നടപടികൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ജഡ്ജ് ബസന്ത് ബാലാജിയും ജസ്റ്റിസ് പി കൃഷ്ണകുമാറും അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് സംസ്ഥാന പോലീസ് മേധാവിയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അതിൻ്റെ ഫലമായി DGP കോടതിക്ക് കൊടുത്തത് 27ഓളം കേസുകളാണ്. 100ഓളം കേസുകൾ ചാർജ് ചെയ്തിട്ടുണ്ട്, 27 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ രീതിയിലാണ് DGP റിപ്പോർട്ട് കൊടുത്തത്. അതിനെ തുടർന്ന് 28-ാം തീയതി വൈകുന്നേരം കേരളത്തിൽ നിരവധിയായ ആളുകളുടെ പേരിൽ കേസ് ചാർജ് ചെയ്തിട്ടുള്ളതായാണ് സംഘാടകർക്ക് അറിയാൻ കഴിഞ്ഞതെന്നാണ് അവർ നമ്മളോട് പറഞ്ഞത്. ബോധപൂർവം ഒരു തരത്തിലും അക്രമങ്ങളോ പൊതുജനങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും വാഹനങ്ങൾക്കും ഒരു തരത്തിലുള്ള തകരാറുകളോ വിഷമങ്ങളോ ഉണ്ടാക്കാനുള്ള ഒരു നടപടികളും ഹർത്താൽ അനുകൂലികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ ശക്തമായ ഭാഷയിലാണ് സംഘാടകർ നമ്മളോട് പറഞ്ഞത്. ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്, അത്തരം സംഭവങ്ങൾ സംഭവിക്കാൻ പാടില്ലാത്തതാണ് എന്ന രീതിയിലാണ് അവർ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്ന കാര്യങ്ങൾ ഓൺ ദ സ്പോട്ടിൽ തന്നെ അവർ ഇടപെട്ട് അത് സെറ്ററേറ്റ് ചെയ്തിട്ടുണ്ടെന്നുമാണ് നമ്മളോട് പറഞ്ഞത്. മൊത്തത്തിൽ നമുക്ക് പറയാനുള്ളത്, നമുക്ക് കാണാൻ കഴിയുന്നത് കേരളത്തിൽ ഹർത്താൽ പൂർണ്ണമായിരുന്നു. ഹർത്താൽ എന്ന് പറഞ്ഞാൽ ബന്ദ് പോലെ കെട്ടിടങ്ങൾ അടച്ചിടുക, ബസ് ഓടിക്കാതിരിക്കുക അല്ല. അതല്ല ഈ സംഘാടകർ ഉദ്ദേശിച്ചത്. കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലേക്ക് ഈ വിഷയത്തിൻ്റെ കാമ്പ് എത്തിക്കുക എന്നുള്ളതായിരുന്നു. അതിനെ തുടർന്ന് അധികാരികൾ ആവശ്യമായ നടപടികൾ എടുക്കണം എന്ന് വിനീതമായി ഹർത്താലിലൂടെ ആവശ്യപ്പെടുകയായിരുന്നു എന്നാണ് നിതിൻ ആക്ഷൻ കൗൺസിലിൻ്റെ ഭാരവാഹികൾ മാതൃദേശത്തോട് പറഞ്ഞത്.